ആലിരക്കണ്ണ നിൻ അനുഗ്രഹം മുഴുവൻ ഈ കടയിൽ ചൊരിഞ്ഞിടണം. ഭഗവാനെ, എൻ പ്രാണപ്രിയ സഖി ഒരു നല്ല അവളെ നീ സൂക്ഷിക്കണം. ഭഗവാനെ, അടിയന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കുന്ന ആ താടകയുടെ മർദ്ദന പരിപാടിയിൽ നിന്നും ഇന്നെങ്കിലും അടിയനെ രക്ഷിക്കണമേ. ഗുരുവായൂരപ്പ, മീൻകാരി ജാനകിയും പാൽക്കാരി അമ്മണിയും ഇന്നും കൃത്യസമയത്ത് തന്നെ ദർശനം തരണമേ ഭഗവാനെ. അമ്മൻകുട്ടി, രായപ്പനും രാജമ്മയും വിവാഹിതരായി. പാൽക്കാരി ശോശാമ്മയുടെ സ്വപ്നങ്ങൾ പോവണിയോ? പുതിയ പൂങ്കിനാവ് വന്നിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് തുടങ്ങാണ് കേട്ടാ അടുത്ത ആഴ്ച. വായിക്കണം കേട്ടാ, അത് വായിക്കണം, നിർബന്ധമായിട്ട് വായിച്ചിട്ടും കോപ്പി കിട്ടത്തില്ല. എവിടെ നോക്കിയാണ് സൈക്കിൾ ഓട്ടുന്നത്? ഏത്തേക്കാണ് വണ്ടി കയറ്റണത്? എന്ത് ചെയ്യാന്ന് ചേച്ചി, ബ്രേക്ക് പോയി, കൺട്രോൾ പോയി. അയ്യോ, ചേച്ചിയുടെ പിന്നിലിടിച്ചപ്പോ കാറ്റ് പോയി. അപ്പൊ മുന്നിലിടിച്ച എന്തായിരിക്കും സ്ഥിതി? അയ്യോ, ചുമ്മാതാണ്. ഞങ്ങൾ വനിതയുടെ കാര്യം പറയാറുതേ, വൈകുന്നേരം കാണണം കേട്ടാ. ആ അയ്യോ അയ്യോ, പാല് വന്നില്ല, പാല് വന്നില്ല. ഓ, എന്താണപ്പെട്ട പാല് വരാൻ ഇത്ര താമസം? ഒറ്റ വേണല്ലേ പുഷ്കര, നിങ്ങളെ പോലുള്ള ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്തല്ലേ വരുന്നത്. നല്ല മണം. കാർത്തേച്ചപ്പം എന്താ ഒന്ന് തരട്ടെ? എന്നാ കാലത്ത് തന്നെ ഊസിന് നക്കാൻ നടക്കും. ഞാനേ കാർത്തേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലി ചെല്ലി. ചേച്ചി, ഞങ്ങളുടെ കാര്യം. എന്ത് കാര്യം? ഞങ്ങളുടെ പാർട്ടിയുടെ വനിതാഭാഗത്ത് നേതൃത്വം ചേച്ചിയെ കിട്ടിയാൽ ഞങ്ങൾ ഒരു കളി കളിക്കും. നീ ഒന്ന് പോ പുഷ്കര, നിന്റെ ഒരു പാർട്ടി പോയി വേറെ വല്ല പണി നോക്ക്. ചേച്ചി അങ്ങനെ പറയരുത്. ചേച്ചിയെ പോലുള്ള ഉസിരുള്ള പെണ്ണുങ്ങളാണ് ഞങ്ങളുടെ ആവേശം. അല്ല, ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ. പുഷ്കര, നിനക്കൊക്കെ പിടിക്കാനും പഠിക്കാനും വേറെ ആളെ നോക്ക്. അയ്യോ ചേച്ചി, ആർത്തത്തിലല്ല. പിന്നെ ഇതൊന്ന് കുറച്ച് ഇടിച്ചതാ, തടിയൊന്നല്ല കേട്ടെ. ചേച്ചി കഴി പിന്നെ ആർക്കിടിക്കാനാ? അത് ഇത് ഇങ്ങനെ ഇട്ട് ഇളക്കണം കേട്ടാ. ഇരുവിടെ അവിടെ. എന്റെ പൊന്നെ, മനുഷ്യനെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. രാവിലെ മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. ഇപ്പഴാ സമാധാനമായത്. ചേച്ചി ചെല്ലി ചെല്ലി, അവിടെ ഉണ്ട്. അവിടെ ഇല്ല. മത്സ്യകന്യക ഒന്ന് കാണണം. മോളെ, പാല് ഇത്ര ലേറ്റ് ആകരുത്. അകത്തേക്ക് നോക്ക്. ഇപ്പഴാ പാല് വന്നേ. നീ അപ്പടി മണ്ണാണല്ലോടി. എന്ത് പറയുന്ന എന്റെ ചേച്ചി, ആ പത്രക്കാരൻ ചെക്കൻ സൈക്കിൾ ദേഹത്ത് കൊണ്ട് കയറ്റിയതല്ലേ.
സൈക്കിൾ കയറിയിട്ട് ഈ ശരീരത്തിൽ ഒരു ചെളുപ്പം കാണില്ല. സംഭാവന ചോദിച്ചാൽ എന്തൊരു മടിയാ. അല്ല വെറുതെ അല്ലല്ലോ, ചോദിച്ചിട്ടല്ലേ. എന്താ പിന്നെ ചേട്ടാ പച്ചത്തേ നോക്കിയേ, ഇനി ഫുൾ സെറ്റിൽമെന്റ്. അപ്പൊ തൊഴിലാളി വർഗത്തിന്റെ പോക്കറ്റ് കാര്യമാക്കി നഷ്ടം. ചേട്ടാ ചേട്ടനത് പറയുന്നത്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എന്ന് കരുതി ഞങ്ങൾക്കും ജീവിക്കട്ടെ ചേട്ടാ. ഓ എന്ന് എന്നതിൽ തന്നെ അയ്യോ ഇതൊന്നും വേണ്ട. ദോശയും മുട്ടയും കഴിച്ചോളൂ. യാത്ര ചെയ്ത് വന്നല്ലേ, നല്ല ക്ഷീണം കാണുമെന്ന് എനിക്കറിയാം. ഏതായി പുതിയ കക്ഷി? അയ്യോ അറിയില്ലേ? ഇല്ല. നമ്മുടെ പുതിയ പോസ്റ്റ്മാനാ, പേര് ഉണ്ണികൃഷ്ണൻ. ഇവനാൾ ഉണ്ണി തന്നെ. ചേട്ടാ, ഉണ്ണിയുടെ താമസക്കാര്യം ആ പഴയ പോസ്റ്റ്മാൻ താമസിച്ച വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? അതെ, അതിനെന്താ, നമുക്ക് ശരിയാക്കാം. നന്നായി ശരിയാവൂലടാ. വാ നിൽക്കൂ ചേട്ടാ, ആ വീട് ഒന്ന് കാണിച്ചു കൊടുക്ക. ശരി മോളെ, അപ്പം കടം വാങ്ങിയത് നേരാ. നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ പലിശ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. പണ്ടത്തെ പോലെയാണോ? ഇപ്പെല്ലാം കമ്പനി സാധനങ്ങളല്ലേ. എന്തായാലും ശരി, പലിശ പലിശ എന്നും പറഞ്ഞ് ആ മഷൽ എങ്ങോട്ട് വരാൻ പാടില്ല. അവനൊരു ചുക്കും ചെയ്യില്ല. അവന്റെ മൂത്ത ചേട്ടനില്ലേ, ആ കുടുംബീകരൻ വേലുമുത്തു എന്ന അവനെ ഞാൻ പേടിച്ചില്ല. പിന്നെയാണോ ഈ ഊളമുത്തു? ഒന്ന് പോകാൻ പറയടി. അപ്പനൊന്നും പറയണ്ട, എങ്ങനെയെങ്കിലും അവന് കാശ് കൊടുക്കണം. അപ്പം കൊടുത്തില്ലേലും അത് കൊടുക്കാൻ വേറെ ആളുണ്ടടി. ആര്? മുരുകൻ. തുടങ്ങി അപ്പന്റെ ഒരു മുരുകൻ. അപ്പന്റെ മുരുകനല്ല, എന്റെ മുരുകൻ. അവൻ വന്നാ എല്ലാ പ്രശ്നവും തീരും. പെണ്ണിന്റെ ഒരു നാണം. ആ പോസ്റ്റ്മാൻ ആളൊരു മിടുക്കനാണെന്നാണല്ലോ ചേച്ചി കേട്ടത്. ആണെന്നോ? നല്ല വെളുത്ത് തുടുത്ത് ഉയരമൊക്കെ ആയിട്ട്. എന്റെ ജാനകി, ഈ നാട്ടിലെങ്ങും ഇല്ല അതുപോലെ ഒരാണ്. നടക്കട്ടെ നടക്കട്ടെ മോളെ. പോസ്റ്റ്മാൻ ഇപ്പൊ ഏത് സമയത്ത് അവിടെ തന്നെയാണല്ലോ. ഈ ജാനകി, ഇനിയിപ്പൊ നാണപ്പൻ ചേട്ടന്റെ കാര്യം പോക്ക. അല്ലെങ്കിലും അങ്ങനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തോന്നും. അതെ, അക്കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ഡൽഹി വരെ പോകേണ്ടി വരും. നല്ല ചില്ലറ ചെലവ് വരും. സാരമില്ല, ഞാൻ ഏറ്റു. ഇന്ന് വൈകിട്ട് മന്ത്രിയെ
கொடுக்கு நான் போட்டு கொடுக்கறேன் மோளுக்கு பலா முட்டுக்கட்ட போட்டுருக்கேன் வாசி பிடிக்காத மூடு நான் போட்டு தரேன் അങ്ങനെ அண்ணனை தள்ளிட்டு நீ ஓடுறாடே എന്താ തണ്ണി ഇത് ഓടിങ്ക കൈയെടുക്ക എന്താടോ ഓടാ ഓടാ ആ ലവലാതി നിങ്ങൾ വെക്ക് ഞാനങ്ങ് വേർത്ത് പോയി. അയാൾ ആ സമയത്ത് ഏതാടി അയാള്? നിനക്ക് അയാളെ മനസ്സിലായില്ലേ? ഇവിടുത്തെ പുതിയ പോസ്റ്റ്മാനാ. ഉണ്ണികൃഷ്ണന്റെ പേര്. ഓ അത് ശരി. സിനിമയിലൊക്കെ കാണുന്ന നായകനെ പോലെ ഉണ്ട് അല്ലേ? പാവം ആ കൊച്ചു പേടിച്ചു പോയി. അതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലേ. ആ പാണ്ടി കാളിമുത്തു അവൻ ഇത്തിരി കാശുള്ളതിന്റെ അഹംഭാവാ. പിന്നെ ഞാൻ ഇടപെടായിരുന്നു പാർട്ടിയുടെ. അതിരിക്കട്ടെ, ഏതാ കുട്ടി? കൊല്ലത്തിയാ, കൊല്ലം നാരായണന്റെ മോള്. ഇവിടെ അടുത്താ. ഓ അത് ശരി. അപ്പൊ അവർക്ക് മറ്റാരുമില്ലേ? ഏതോ ഒരു മുറച്ചെറുക്കം മുരുകണെന്നൊക്കെ പറയുന്നു. ആ തണ്ടപ്പൊരി അവനെ ഇല്ലാത്തിരിക്ക. എവിടെ നമുക്കൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന്. വാ. എന്താപ്പാ, എന്തു പറ്റി? അപ്പനെല്ലാം അറിഞ്ഞു മോളെ. ഏതായാലും അവന്റെ കരണക്കുറ്റിക്കിട്ട് കൊടുത്ത് നന്നായി. എന്റെ മുരുകനൊന്ന് വന്നോട്ടെ. അതുവരെ ക്ഷമിക്കുക ഞാൻ. കാളിമുത്തു അല്ല ഏത് മുത്തു വന്നാലും ശരി, കണക്കൊപ്പം തീർക്കും ഞാൻ. അതുവരെ മോളൊന്ന് കണ്ടു അറിഞ്ഞ് നിന്നേക്കണം. ശരിപ്പാ. എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. എന്താ ഉണ്ണിക്കുട്ടൻ എന്താ താമസിച്ച്? ഒന്നുമില്ല. അല്ല, ഇവിടെ വന്ന ഉണ്ണിക്കുട്ടൻ കുളിക്കുന്നെന്നറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. പുഴയിലാകുമ്പോ കുളിക്കാൻ സുഖമുണ്ടല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ. ഞാൻ പോവാ. ഇതാണ് വീടല്ലേ? അതെ. അപ്പനിവിടെ ഇല്ല. ശരി, ഞാൻ വരട്ടെ. അണപ്പന്റെ കടയില് പാലിന് നല്ല കട്ടിയാ, വെള്ളം ചേർക്കില്ല എന്നർത്ഥം. ഇതാ പുഷ്കര ചായ. നാണപ്പേട്ടോ? ഓ, നാട്ടുകാരാണ് നടപ്പിലാക്കിയ പിന്നെ കാർത്തിയാനിയടുത്ത് നാണപ്പേടിന് കട പൂട്ടി.